ഞാൻ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഒരാളുടെ നാമധേയത്തിലാണ് ഈ കലാലയം എന്നുള്ളതാണ്. ബിഷപ്പ് എബ്രഹാം മാർത്തോമ തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട്. ഞാൻ 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുണ്ടായി. അന്ന് പലരും ചോദിച്ചു, എന്താണ് എന്നെ ക്ഷണിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ മുമ്പിൽ അദ്ദേഹം ഇപ്പോഴും ഒരു വിസ്മയമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, കേരള പിറവിക്ക് മുമ്പുണ്ടായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ആ ചരിത്രത്തിൽ അദ്വിതീയമായ ഒരു സ്ഥാനം കൊടുക്കേണ്ട ഒരാളാണ് എബ്രഹാം മാർത്തോമ തിരുമേനി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം ഏറ്റവും തേജസ്സുള്ള ഒരാളായി, എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകുന്ന ഒരാളായി, എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായി നിന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ സംശയമില്ല. ഐ വുഡ് ലൈക്ക് ടു ബേൺ അവേ ലൈക്ക് ജീസസ് എന്നാണ്, ഫോർ ജീസസ് എന്നാണ് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബേൺ അവേ ഫോർ ജീസസ്. ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീരാൻ തയ്യാറായ ഒരാളാണ് ഞാൻ എന്ന് പ്രഖ്യാപനം നടത്തിയ ഒരാളാണ്. പക്ഷേ ആത്മീയ കാര്യത്തിൽ അതുപോലെ നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ അന്ന് കേരളം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നമ്മുടെ സംസ്ഥാനം, പ്രത്യേകിച്ച് തിരുവിതാംകൂറെല്ലാം നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അചഞ്ചലമായ നിലപാടെടുക്കുന്ന ആളായിരുന്നു എബ്രഹാം മാർത്തോമ തിരുമേനി. ഞാൻ TM വർഗീസ് സാറിൻ്റെ ജീവചരിത്രം മുതൽ ഇദ്ദേഹത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ TM വർഗീസ് സാറ് പോലും രാഷ്ട്രീയത്തിൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് ഇത്ര സജീവമായി നിൽക്കാനുള്ള ഏറ്റവും വലിയ പിന്തുണ നൽകിയത് തിരുമേനിയാണ്. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി സ്രോതസ് എന്ന് പറയുന്നത്. മാത്രമല്ല, അന്ന് CP രാമസ്വാമി അയ്യർ അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ്. തിരുവിതാംകൂറിനെ മുഴുവൻ വിറപ്പിച്ചു നിന്ന ഒരു ഭരണകാലം. CPയെ വിമർശിക്കുന്നതിന് പകരം പലരും, ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, എല്ലാവരും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് സ്കൂളും കോളേജൊക്കെ വാങ്ങിയെടുക്കുന്നതിനുള്ള ശ്രമമായിരുന്നു. ആശ്രിത വത്സലനായിരുന്നു CP രാമസ്വാമി അയ്യർ. മിക്കവാറും പേർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. പക്ഷേ അദ്ദേഹത്തിനെതിരായി നടന്ന ഉത്തരവാദിത്വ പ്രക്ഷോഭണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് എബ്രഹാം മാർത്തോമ തിരുമേനിയാണ്. അവസാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. എബ്രഹാം മാർത്തോമ തിരുമേനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CP രാമസ്വാമി അയ്യർ ഉത്തരവിട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി മനോഹരമായൊരു മറുപടിയാണ്, ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടേണ്ട മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത് ബൈബിളിൽ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഹെറോദോസ് ക്രിസ്തുവിനെ കൊണ്ടുപോകാൻ വേണ്ടി പടയാളികളെ വിട്ടപ്പോൾ ക്രിസ്തു പറഞ്ഞൊരു മറുപടി ഉണ്ട് ഹെറോദോസിനോട്. ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക്, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ശുശ്രൂഷയുമായി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ബൈബിളിൽ ഒരു മനോഹരമായ വാചകമുണ്ട്. ആ വാചകമാണ് എബ്രഹാം മാർത്തോമ തിരുമേനി CP രാമസ്വാമി അയ്യർ എന്ന എല്ലാവരും ഭയപ്പെടുന്ന ഭരണാധികാരിയോട് പോയി പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക്, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന്. അത് പറയാൻ ധീരത കാണിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ആ ഒരു ആത്മീയമായും സാമൂഹ്യ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പോലും കാരണമായ CV കുഞ്ഞിരാമന്റെ വിഖ്യാതമായ മാരാമൻ കൺവെൻഷനിലെ പ്രസംഗം. ആ മാരാമൻ കൺവെൻഷനിൽ തിരുമേനിയാണ് CV കുഞ്ഞിരാമനെ വിളിച്ചുകൊണ്ട് വന്നത്. 1935 36 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. ക്രിസ്ത്യാനികളെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്. അതാണ് തിരുമേനി എന്ന് പറഞ്ഞത്. ആ CV കുഞ്ഞിരാമൻ അന്ന് പറഞ്ഞു, ഞങ്ങള് ക്രിസ്തു മതത്തിലേക്ക് ഞങ്ങൾ മതം മാറും എന്ന് പറഞ്ഞു. ഭയപ്പെടുത്തിയിട്ടാണ് ഭരണകൂടത്തെ ഈ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ, എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഗ്രാമത്തിൽ ഏറ്റവും നന്നായി ഭംഗിയായി കൊണ്ടുപോകേണ്ടത്.